നൗഷാദ് MLA ഉണ്ട്. എങ്ങനെയാണ് VS-നെ പെട്ടെന്ന് ഓർക്കുമ്പോൾ? ജനങ്ങളുടെ മനസ്സിനെ എത്രമാത്രം അദ്ദേഹം സ്വാധീനിച്ചിരിക്കുന്നു, എത്രമാത്രം ജനസ്വീകാര്യത ഉണ്ട് എന്നുള്ളതിന് ഇപ്പോൾ മണി എത്രയായി? 2:30. 6 മണിക്ക് വന്ന ജനങ്ങളാണ്, സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലും. അവർ മഴ പെയ്യുന്നു, അതിനെല്ലാം സഹിച്ച് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം VS-ന് മരണമില്ല എന്നുള്ളതാണ് ഈ ജനസഞ്ചയത്തിൽ നിന്നും വെളിവാകുന്നത്. ഒരുപാട് കുട്ടികളെ കണ്ട് ഒരുപക്ഷെ ഈ VS സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറിയ ശേഷമായിരിക്കും അവരിൽ പലരും ജനിച്ചിട്ട് കൂടി ഉണ്ടായിരിക്കുക. പക്ഷെ അവരും വന്ന് ഇന്ന് കണ്ണേ കരളെ VS എന്നാണ് വിളിക്കുന്നത്. അതെ, അവർ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ ആ പ്രതികരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ അദ്ദേഹം എഴുത്തിനിരുത്തിയ ഒരു കുട്ടിയെ കാണാനിടയായി. അതും ഈ VS-നെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കാത്തിരിക്കുകയാണ്. സ്വാധീനം അങ്ങനെയാണ്. പല മനുഷ്യർക്കും VS സ്വാധീനം ചെലുത്തിയത് പലതരത്തിലാണ്. ഈ നൗഷാദ് MLA പറഞ്ഞതുപോലെ കേട്ടറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് തങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞറിഞ്ഞായിരിക്കാം അവരെല്ലാം ഒരു പക്ഷേ VS എന്ന മനുഷ്യനെ പറ്റി അറിയുന്നത്. VS എന്ന മനുഷ്യൻ എന്തായിരുന്നുവെന്നും VS നടത്തിയ സമര പോരാട്ടങ്ങളെ പറ്റിയുള്ള കഥകളൊക്കെ അവർ കേട്ടറിഞ്ഞത് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ചെറിയ കുട്ടികളടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കാണുകയാണ്. അത്തരത്തിൽ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞുമൊക്കെയാണ് ഈ ചെറിയ കുട്ടികളടക്കം ഇവിടേക്ക് എത്തുന്നത്. അവരും വിളിക്കുന്നത് കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യമാണ്. ഈ നാടൊന്നാകെ VS എന്ന 2 അക്ഷരത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ചെറിയ കുട്ടികളെന്നില്ല, പ്രായം ചെന്നവരെന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെന്നില്ല, എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടേക്ക് എത്തുന്നത് VS എന്ന ആ മനുഷ്യന് വേണ്ടിയാണ്. VS-നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം 2 മണി പിന്നിട്ട് 2:30 ഈ സമയത്തും ഈ മഴയത്തും കനത്ത മഴയിലും പ്രതികൂലമായ കാലാവസ്ഥയിലുമെല്ലാം ഈ മനുഷ്യർ കാത്തിരിക്കുന്നത് VS എന്ന ആ വ്യക്തിക്ക് വേണ്ടിയാണ്. അത്രത്തോളം സ്വാധീനം ചെലുത്തപ്പെട്ട മനുഷ്യർക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റൊരാളുടെ പേര് കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ്, സംശയകരമാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു മനുഷ്യൻ, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന ആളുകൾക്ക് സ്വീകാര്യനായ ഒരു മനുഷ്യനെ മറ്റൊരാളെ കണ്ടെത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത്തരത്തിൽ ഒരുപാട് മനുഷ്യർക്ക് സ്വാധീനിച്ച ഒരു മനുഷ്യനെയാണ് കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. വലിയ വിയോഗം ഈ നാടിനും ഈ സമൂഹത്തിനും ഈ മനുഷ്യർക്കും തൊഴിലാളികൾക്കും തൊഴിലാളി വർഗത്തിനും ഒന്നാകെ ഉണ്ടാകുമ്പോൾ അവരെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുടെ എല്ലാം ഒരു മുൻ തലമുറ ഒരുപക്ഷെ VS-ൻ്റെ സമരങ്ങളിൽ പങ്കെടുത്ത, VS-ൻ്റെ പ്രസംഗങ്ങൾ കേട്ട അനവധി ആളുകൾ ഇവിടെ ഉണ്ടാകും. ആ പ്രസംഗങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് വന്ന ആ സമരങ്ങൾ നടത്തിയ ചെറിയ വിദ്യാർത്ഥികളടക്കം VS-ൻ്റെ പല പ്രസംഗങ്ങളടക്കം കണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നിരവധി ആളുകളുണ്ട്. നമ്മൾ അവിടെ നിന്നപ്പോൾ പാരിപ്പള്ളി നിന്നപ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലെല്ലാം തന്നെ VS-ൻ്റെ പ്രസംഗങ്ങൾ കണ്ട്, VS-ൻ്റെ സമരം കണ്ട്, VS-നെ കണ്ട് പാർട്ടിയിലേക്ക് വന്ന ആളാണെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് വിദേശത്തേക്ക് ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പോഴും ഈ ആശയങ്ങളും VS എന്ന വ്യക്തിയെയും അടക്കം അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു പോയതടക്കം. എന്നാൽ നിലവിൽ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് VS-നെ കാണാതെ, VS-ന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. അത്തരത്തിൽ പലതരത്തിൽ VS പല മനുഷ്യർക്കും സ്വാധീനിക്കപ്പെട്ടു. നിരവധി ആളുകൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതടക്കം റെഡ് വോളണ്ടിയർമാരടക്കം ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നെല്ലാം എത്തിയിട്ടുള്ള ആളുകളാണിപ്പോൾ ഈ ചിന്നക്കട ബെസ്പിയിലടക്കം എത്തിയിട്ടുള്ളത്. എല്ലാ ക്രമീകരണങ്ങളും പൊതുദർശന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ VS ചിന്നക്കടയിലേക്ക് അവസാനമായിട്ട് ഭൗതിക ശരീരം എത്തുന്നത് എന്താ തോന്നുന്നത്? അതെ, ഒരു യുഗത്തിൻ്റെ അവസാനം
VS ഇനി നാളെ കൂടി മാത്രം നമ്മളോടൊപ്പം. അതൊരു വലിയൊരു വിടവാണ് കേരളത്തിന്. VS കഴിഞ്ഞ 6 വർഷവും പൊതുരംഗത്തില്ലാത്തപ്പോൾ നമുക്കെല്ലാം VS ഇവിടെ ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ VS വിട്ടുപോയി. VSൻ്റെ വിടവ് ഈ കേരളത്തെ കേരളമാക്കുന്നതിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊപ്പം VS വഹിച്ച പങ്ക് സുസ്ഥിരമാണ്. കർഷക തൊഴിലാളികളെ മനുഷ്യനാക്കി മാറ്റുന്നതിൽ കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ ഇവരെല്ലാം അവരുടെ ജീവിത നിലവാരം മികച്ചതാക്കുന്നതിൽ എടുത്തു പറയേണ്ട ഒന്ന്, 2005 ആശമാരുടെ രൂപീകരണം വരുന്നത്. ആശമാർക്ക് അവരുടെ ജോലി ആശമാരായി നിയോഗിക്കുമ്പോൾ 100 രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് അനുവദിച്ചത്, ആകെ 100 രൂപ. അപ്പോൾ ഞങ്ങൾ കൊല്ലത്താണ് ആ സംഘടന ആദ്യം രൂപീകരിക്കുന്നത്. അപ്പോൾ ഞാനന്ന് രൂപീകരിച്ചിട്ട് VSൻ്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നപ്പെടുത്തി 2006. അപ്പോൾ VS ചോദിച്ചു 100 രൂപ ഇവർക്ക് കിട്ടുന്നുണ്ടോ, 100 രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ VSന് അത് അത്ഭുതമായി. VS അങ്ങനെയാണ് ആദ്യമായി 500 രൂപ ആശമാർക്ക് വേണ്ടി ഓണറേറിയം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ആശമാർക്ക് ഓണറേറിയം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് കേരളമാണ്. അത് 2006 ഗവൺമെൻറ് കാലത്താണ്. ഈ തരത്തിൽ അവഗണിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ, അവരെ അംഗീകരിക്കാൻ, അതിപ്പോൾ വളർന്ന് അവർ 13,000 ചില്ലുവാനം രൂപയിലേക്ക് എത്തി. ഇന്ത്യ ഗവൺമെൻറ് ആകെ 1,800 രൂപ കൊടുക്കുമ്പോൾ കേരളമാണ് ബാക്കി മൊത്തം കൊടുക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ആശമാരുടെ കാര്യത്തിൽ മറ്റു മേഖലകളിലെല്ലാം ഉണ്ടായതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, അത് 2006 ഗവൺമെൻറ് ആണെങ്കിലും 2016 ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ തുടർന്ന് വന്ന ഗവൺമെൻറ് ആണെങ്കിലും അതെല്ലാം അത്തരം ഒരു ഇടപെടൽ നടത്തുന്നതിൽ കേരളം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ പോരാട്ടങ്ങളിലെല്ലാം VS വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. തീർച്ചയായും വരും തലമുറയ്ക്ക് വലിയ പാഠങ്ങൾ നൽകിയിട്ടാണ് VS പോകുന്നത്. എങ്ങനെയാണ് BJP ഉയർത്തുന്ന വർഗീയതയുടെ ഘട്ടത്തിൽ ഒരു മതനിരപേക്ഷ നിലപാട് അടിത്തറയായി ഉയർത്തേണ്ടത് എന്ന് കേരളത്തെ പഠിപ്പിച്ചു. വർഗ കാഴ്ചപ്പാടിൽ അടിയുറച്ചു നിന്ന് പോരാടാൻ കേരളത്തിന് പാഠം നൽകി. ഈ തരത്തിലെല്ലാമുള്ള പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് VS കടന്നു പോകുന്നത്. ആ പാഠങ്ങൾ നമുക്ക് ഊർജ്ജമാണ്. ഭാവി തലമുറയ്ക്ക് VSൽ നിന്ന് പഠിക്കാനുള്ളത് പഴയകാല നേതാക്കൾ EMS, AKG നായനാർ തുടങ്ങിയ നേതാക്കളുടെ തുടർച്ചയായി VSും ആ നേതൃത്വത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ധാരാളമുണ്ട്. അതിൽ അവസാനത്തെ കണ്ണിയായി VS, വിട്ടുപോയവരിൽ അവസാനത്തെ കണ്ണിയായി VS നമ്മളോടൊപ്പം ജീവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.